അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മഹാന്മാരായ സ്വഹാബാക്കളെക്കുറിച്ചും അവർ പരിശുദ്ധമായ ഖുർആനിലേക്ക് ചെയ്ത സേവനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഈ സീരീസിൽ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. മദീനയിലെ അൻസാറുകളിലെ പ്രമുഖനായ സ്വഹാബിയായിരുന്ന അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചത് സയ്യിദുൽ മുസ്ലിമീൻ എന്നാണ്. മഹാന്റെ വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണമായിട്ട് സ്വഹാബാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്നു. അറബികളെക്കുറിച്ച് നമുക്കറിയാം, അവർക്ക് എഴുത്ത് വായന കാര്യമായിട്ട് വശമുണ്ടാവില്ല. വശമുള്ള ആളുകൾ തന്നെ വളരെ കുറവായിരിക്കും. അങ്ങനെ എഴുത്തും വായനയും അറിയുന്ന വളരെ ചുരുക്കം ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അക്കാരണം കൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് അൻസാറുകളിൽ നിന്ന് വഹി എഴുതാൻ ഏൽപ്പിക്കുന്നത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ രണ്ടാം അഖബ ഉടമ്പടിക്ക് പങ്കെടുത്തുകൊണ്ട് മുസ്ലിമായ അവിടുന്ന് ബദറിലും ഉഹദിലുമടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത മുഴുവൻ യുദ്ധങ്ങളിലും സജീവമായിരുന്നു. നബി തങ്ങളുമായുള്ള ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മബന്ധം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിപ്പിക്കുകയാണ്. നബി തങ്ങൾ വിളിച്ച സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ നിസ്കരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നിസ്കാരം പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം ഓടി വന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വരാതിരുന്നത്? ഞാൻ നിസ്കാരത്തിലായിരുന്നു നബിയെ എന്ന് പറഞ്ഞ ഉബയ്യ് ഇബ്നു കഅബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅകും ലിമാ യുഹ്യീകും. അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങളെ വിളിച്ചാൽ നിസ്കാരത്തിലാണെങ്കിൽ കൂടി നിങ്ങൾ അതിന് ഉത്തരം നൽകണം എന്നുള്ള ഒരു പാഠം നബി തങ്ങൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പെങ്ങും ഇറക്കാത്ത, തൗറാത്തിലോ സബൂറിലോ ഇഞ്ചീലിലോ ഇറക്കാത്ത, എന്തിന് ഖുർആനിൽ പോലും അള്ളാഹു ഇറക്കാത്ത മഹത്തായ ഒരു അധ്യായത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹയെക്കുറിച്ച് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നബി തങ്ങളുമായുള്ള അവിടുത്തെ അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ദുനിയാവിലെ ജീവിതത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാതിരുന്ന മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ദുനിയാവിനെ പൂർണ്ണമായിട്ടും പഴിക്കരുത്, കാരണം ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ഇടമാണിതെന്ന്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾക്ക് ഖുർആനിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് അയക്കുമായിരുന്നു. കേവലം 8 ദിവസങ്ങൾ കൊണ്ട് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർക്കുമായിരുന്നു. വെളുത്ത താടിയും മുടിയുമുള്ള ഒത്ത ശരീരക്കാരനായ ആ മഹാനുഭാവൻ മരണപ്പെട്ടപ്പോൾ സയ്യിദുൽ മുസ്ലിമീൻ വഫാത്തായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾ വിലപിച്ചത്. ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിലേക്ക് ചെയ്ത സേവനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.